You're right. Home. Yeah. 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 മോദലാളി. ഹലോ മുതലാളി, ഞാൻ വിക്രമനാ മുതലാളി. ഹലോ, എന്താടാ വിക്രമ? എക്സ്ക്യൂസ് മീ, ഇവിടെ നിന്ന് ഫോൺ ചെയ്യാൻ പാടില്ല കേട്ടോ. അയ്യോ, ഇങ്ങോട്ട് വന്ന കോളാ, ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല. ഒന്ന് പറഞ്ഞോട്ടെ. ഹലോ, എടേ, ഇവിടെ ഫോണിൽ സംസാരിക്കാൻ പാടില്ല. ഞാൻ ആദിയുടെ സ്കൂളിലാ. അർജന്റ് മാറ്ററാ മുതലാളി. നമ്മൾ അകത്ത് കയറാൻ പാടില്ലെന്ന് പറഞ്ഞ് കോർട്ട് ഓർഡറും വാങ്ങിച്ച് പോലീസിനെ കാവൽ നിർത്തി അവൻ അകത്ത് കയറി നിൽക്കുക. ആവശ്യത്തിന് ഗുണ്ടകളുണ്ട്. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് അവന്റെ കൈയും കാലും തല്ലി ഓടിക്ക്. അകത്ത് കയറിയല്ലേ തല്ലി ഓടിക്കാൻ പറ്റുള്ളൂ. പുറത്തിറക്കിട്ട് അടിക്കടാ. എന്റെ മുതലാളി, അടി കൊള്ളാൻ വേണ്ടി ആരെങ്കിലും പുറത്തിറങ്ങി വരുമോ? അത് കാണിക്കാൻ പറയടാ. ആ കോർട്ട് ഓർഡർ അത് തട്ടിപ്പറിച്ചിട്ടോട്. അപ്പൊ അവൻ പുറകെ വരും. അപ്പൊ നമുക്ക് അവനെ അവിടെ ഇട്ട് അടിക്കാം. ഓക്കെ മുതലാളി. ഹോ, ഈ മുതലാളിയുടെ ഒരു ബുദ്ധിയേ. വെറുതെ അല്ല ഞാനൊന്നും മുതലാളിയാവത്ത്. അല്ല സാർ, ആ കോർട്ട് ഓർഡർ ഒന്നുകൂടെ കാണാമായിരുന്നു. അതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചതാ. അന്നേരം ഞാൻ കണ്ണട എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും എടുത്തിട്ടില്ല. അതെല്ലാം ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞത് സാറേ. അത് കാണിച്ചു കൊടുത്തു. ഇങ്ങോട്ട് നോക്കിട്ട് വേണ്ട, ഇത്രേ കാര്യമുള്ളൂ. അല്ല സാറേ, ഇതിന്റെ സാധനം ഞാനേ വീട്ടിൽ പോയി കണ്ണെടുത്തിട്ട് വായിക്കാം. അയ്യോ, നീ വീടിന്റെ പുറത്ത് ഇറങ്ങില്ല. പുറത്തിറക്കാനുള്ള വിദ്യയൊക്കെ ഞങ്ങളുടെ മുതലാളിയുടെ മസിലും പരിപ്പിച്ച് നടക്കുകയാണ്. ആരോട് ചോദിച്ചിട്ടാ നീ കൂളി ക്ലാസ് വെച്ചത്? ഒന്ന് നിർത്തിക്കേ. 2 ദിവസമായല്ലേ പിള്ളേരിങ്ങനെ ഹോ ഹോ എന്ന് വിളിച്ച് തൊണ്ട കീറാൻ തുടങ്ങിയിട്ട്. പിള്ളേരതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഉറക്കത്തിൽ പോലും പിള്ളേർ ഹോ ഹോ എന്നാ പറയണത്. ഇനി പഠിപ്പിക്കാനുള്ളത് അടി തട, അടി തട. അതോടാ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പറ്റൂ. ഇനി സാറിന് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ സാർ പഠിപ്പിക്കും. അതിന് മുതലാളി അടിതെ ഓട്ടോയും വിളിച്ചു വന്ന് കാത്തോളേ. നിക്കേ, ഞാൻ ഇപ്പൊ പഠിപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. എന്നാ കോർട്ട് ഓർഡർ ദേ അവന്മാര്. എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോ ഒരു കൂട്ടം ഗുണ്ടകൾ നമ്മളെ ആക്രമിക്കാൻ വരികയാണെന്ന് വിചാരിക്കാം. ആദ്യത്തെ അറ്റാക്ക് നമ്മുടെ ആയിരിക്കും. ആദ്യത്തെ അറ്റാക്ക് നമ്മുടെ ആയിരിക്കും. ഇതുപോലെ അപ്പൊ അവന്മാരെല്ലാം കൂടെ അരച്ചു പിടിച്ച് വീഴും. പക്ഷെ അവന്മാര് പോവില്ല, പിന്നെ എണീറ്റ് ഇതുപോലെ. അപ്പൊ നമ്മ ഇടത്ത് കൈക്ക് എടുത്ത് അടിക്കും. അപ്പൊ വേറെത്തണം അവന്റെ കൈ വലത്ത് കൊണ്ട് പിരിച്ച് ഇടത്തുകൊണ്ട് ചാടി അടിക്കാൻ വന്ന ഒഴിഞ്ഞോ. എന്നിട്ട് അവന്റെ കൈ പിടിച്ച് മുറുക്കിട്ട് നെഞ്ചത്ത് ഇവന്റെ കാര്യം ഔട്ട് കൊടുത്തു. കുറയുന്നവരെ ഇങ്ങനെ തരത്തിൽ നെറ്റടിക്കണം. എന്നിട്ട് മുടുക്കി പിടിച്ചെടുത്താ ഇങ്ങനെ ഒരൊറ്റ. അവനെ അങ്ങ് കൊന്നുകളഞ്ഞേക്ക്. കേസ് എന്ത് വന്നാലും ഞാനായിട്ട്. ആരുടെ ഹീറോ? ഹീറോ ഇതെന്റെ പപ്പയാ. അവനവിടെ പരത്ത് ആ കരി പൊട്ടി. ഇനി കല്യാണം കഴിച്ചിട്ട് ഒരു കാര്യം കേട്ടാ. കണ്ടോ, നമ്മളെ ആക്രമിക്കാൻ വരുന്നവരുടെ നേരെ മാത്രമേ നമ്മൾ കായികാഭ്യാസങ്ങൾ പ്രയോഗിക്കാവൂ. മനസ്സിലായോ? കൊണ്ടുപോടാ. നല്ല ബ്യൂട്ടിഫുൾ ആയില്ലേ? What the hell is this? Go to your classes. Hey, everybody go to classes. എല്ലാവരും ക്ലാസ്സിലേക്ക് പോയിക്കേ. ചെല്ല്. ആദി, ക്ലാസ് കഴിയുമ്പോ നീ പോവരുത്. എനിക്ക് പപ്പയെ പരിചയപ്പെടുത്തി തരണം. Boys and girls, back to your positions. Fast. ആദി പ്ലീസ്, ക്ലാസ് തുടങ്ങണമെങ്കിൽ തന്റെ ഫാദറിനോടൊന്ന് പുറത്തു പോകാൻ പറയേ. പേടിയായിട്ട് വയ്യ. ഗുണ്ടകൾ എവിടെ കൊണ്ടുവന്നിട്ട് തല്ലുക എന്ന് വെച്ചാ? അയ്യോ സാർ, ഞാൻ കൊണ്ടുവന്നിട്ട് തല്ലിയൊന്നുമില്ല.
കുട്ടികൾക്കൊരു ഡെമോൺസ്ട്രേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചു. പിന്നെ അല്ലാതെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര റിസ്ക് എടുത്ത് അവരോട് ഓട്ടോ വിളിച്ചു കൊണ്ടുവരേണ്ട കാര്യമുണ്ടാ? ഇപ്പൊ ഏകദേശം കുട്ടികൾക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് മാഷിന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നിന്നെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? പോയി അബ്ദുൾ റസാഖിന്റെ കാര്യം നോക്കടാ. ഓക്കെ മുതലാളി. അബ്ദുൾ റസാഖ് ഇപ്പൊ അവരോട് മുട്ടി എന്ത് കാണിച്ചിട്ടുണ്ടാവും ആവോ?